ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്ത് മാർക്കറ്റാണിത്? ഒറ്റ അടിക്കൊരു കയറ്റങ്ങ് കയറി താഴേക്ക് ഒരു അടി അടിച്ച്. ബാങ്ക് നിഫ്റ്റി സെയിം അതേപോലെ കയറി നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് വരെ പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി POC ബ്രേക്ക് ചെയ്തു, ബെയറിഷ് റെഫറൻസ് ബ്രേക്ക് ചെയ്തു, ഫസ്റ്റ് ടാർഗറ്റ് വന്നു, സെക്കൻഡ് ടാർഗറ്റ് വന്നു, തിരിച്ച് വീണ്ടും ബെയറിഷ് റെഫറൻസിൻ്റെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തു. നിഫ്റ്റി നോക്ക്, നിഫ്റ്റിയും POC ബ്രേക്ക് ചെയ്ത് ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ പോയിട്ടില്ല, പകരം ബെയറിഷ് റെഫറൻസ് പൊട്ടിയത് ആദ്യം ഫസ്റ്റ് ടാർഗറ്റ് വന്നു, രണ്ടാമത്തെ പ്രാവശ്യം സെക്കൻഡ് ടാർഗറ്റ് വന്നു, ആ ഭാഗത്ത് തന്നെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ കൃത്യമായിട്ട് മാർക്കറ്റ് പറയുകയാണെങ്കിൽ ഇന്ന് കിടിലമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസമായിരുന്നു. ഞാൻ ഓൺ വെക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ജാൻ 3 തിരിച്ചെത്താറുള്ളൂ. സോ മാർക്കറ്റിൽ എന്തുവാണ് അടിപൊളി അടാറ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോപ്പ് ലോസ് കിട്ടിയ ദിവസമാണ്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി ഇതിനെല്ലാം സംഭവിച്ചത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, മിഡ് ക്യാപ്പ് മാത്രമാണ് പ്ലസ്സിലോട്ട് പോയി നിന്ന് ക്ലോസ് ആയത്. 112 പോയിന്റ് മിഡ് ക്യാപ്പ് മാത്രം പ്ലസ്, ബാക്കിയുള്ള 3 ഇൻഡെക്സും മൈനസ് തന്നെ ക്ലോസ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എന്തുവാണ് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റിയും സെയിം അതേപോലെ തന്നെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ. ഇപ്പം ചുരുക്കി നമ്മൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോയി നമുക്ക് സൈഡ് എക്സ്റ്റൻഷൻ വന്നു, ഡീല് വന്നു, ഫസ്റ്റ് ടാർഗറ്റ് തന്നു, ഇക്ക് മുകളിൽ എഫ് പോയി, സെക്കൻഡ് ടാർഗറ്റ് തന്നു, എഫിന് മുകളിൽ ജി പോയി ഇല്ല എന്ന് മാത്രമല്ല ഓൾമോസ്റ്റ് 52,380 വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ 52,90 ഭാഗത്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. അതേപോലെ ആയിരുന്നു താഴേക്ക് പോയി ഫസ്റ്റ് ഹാഫ് ആൻ അവർ ബ്രേക്ക് ചെയ്ത് ഇനിഷ്യേറ്റീവ് പീരീഡിൽ ഡൗൺവേർഡ് മൂവ് വന്നു, താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റും തന്നു. ഓൾമോസ്റ്റ് 52,420 ഭാഗത്തൊക്കെ 51,420 ഭാഗത്തൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ്. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി. ഇന്നത്തെ POC നിൽക്കുന്നത് 51,740 51,740 ഭാഗത്ത് നിൽക്കുന്നു. VWAP അടുത്ത് 51,647 ഭാഗത്ത് നിൽക്കുന്നു. സോ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിൽ നമ്മൾ ഒരിക്കലും ക്യാരി ചെയ്യാറില്ല ആ സെയിം പൊസിഷൻ. അതായത് ഡൗൺ ആണെങ്കിൽ ഡൗൺ പുട്ട് സൈഡും, കോൾ ആണെങ്കിൽ അപ്പ് സൈഡ് ആയിട്ട്, ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ആണെങ്കിൽ കോൾ സൈഡിലെ പോർഷൻസും നമ്മൾ ക്യാരി ചെയ്യാറില്ല. അപ്പോൾ ചുരുക്കി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് നമ്മൾ ഷോർട്ട് പോർഷൻസ് ക്യാരി ചെയ്യാൻ പാടില്ല എന്നതാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പ്രകാരം ഉള്ളത്. സോ ഇന്നത്തെ POC എത്രയാണ്? 51,740 ഭാഗമാണ് നമ്മൾ POC വരയ്ക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ POC വരയ്ക്കുകയാണ് 51,740 51,740. സോ യൂഷ്വലി നാളെ മാർക്കറ്റ് പുതിയ ലോയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഈ 51,740 ഭാഗത്തേക്ക് റിട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. 51,740 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള POC. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടു POC. ഇനി നോക്കേണ്ടത് നമ്മുടെ VWAP എവിടെയാണ്? 51,647 51,647 ആണ് VWAP. അപ്പം അത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, നമുക്ക് നാളെ മാർക്കറ്റ് ഈ ഭാഗത്തേക്ക് റിട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോഴാണ് ഇത് നമുക്ക് ഒരു തിരിച്ച് മാർക്കറ്റ് കയറിയിട്ടില്ല എങ്കിൽ ഈ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇനി നോക്കേണ്ടത് ന്യൂട്രൽ എക്സ്ട്രീം ഡൗണിൻ്റെ താഴേക്കുള്ള ഡൗൺ. അപ്പം ഒരു കാര്യം ഓർത്തുക, ഈ 51,155 ആണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ബെയറിഷ് റെഫറൻസ്. എത്രയാണ്? 51,155. 50 ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ബാങ്ക് നിഫ്റ്റിയിൽ വരയുന്നുണ്ടെങ്കിൽ 51,155 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അത് വ്യക്തമായിട്ട് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഓർത്തോളൂ, ഇപ്പോഴും ഞാൻ പറഞ്ഞ ബുള്ളിഷ് റെഫറൻസ് ഒരു മാറ്റവും ഇല്ല. 51,870 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. സോ 51,870 51,870 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കും. അപ്പോൾ ബെയറിഷ് റെഫറൻസ് എത്രയാണ്? 51,155. ബെയറിഷ് റെഫറൻസ് പറയുമ്പം 51,870. ഇതാണ് എനിക്ക് കൃത്യമായ രീതിയിലുള്ള മുകളിലോട്ടുള്ള താഴെയും മുകളിലുള്ള ലെവല്. ഇനി 51,870 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 52,030 അവസ്ഥ എത്രയാണ്? 52,030 52,061 എന്ന് പറയുമ്പോൾ 52,030 ഭാഗത്തേക്ക് വരും. ഓക്കെ, 6 അവിടെ കിട്ടിയല്ലോ.
ഇനി അടുത്തത് R2 എവിടെയാണ്? R2 എന്ന് പറയുമ്പോൾ 52,244, 52,244. എത്രയാണ്? 52,244 ഭാഗത്തേക്ക് R2. ഇതാണ് R2. ഇനി അടുത്തത് അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗം വരാം. 52,380 എന്ന് പറഞ്ഞ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ R3 എന്ന് പറയുമ്പോൾ 52,380 ഭാഗത്തേക്ക്. ഇതാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയാലുള്ള ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇനി താഴേക്ക് ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, 51,155നും 51,740 ഇടയ്ക്ക് മാർക്കറ്റ് വേണമെങ്കിൽ വീണ്ടും ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് നാളെ ഈ ലോ പൊട്ടിയാൽ മാത്രമേ ഇനി സെല്ലിംഗ് വരുള്ളൂ. ഇല്ല എങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് 51,740 ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ്മെന്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്കിനി 51,155 പൊട്ടിക്കഴിഞ്ഞാൽ എവിടം വരെ പോകും നോക്കാം. 51,155 പൊട്ടിക്കഴിഞ്ഞാൽ അടുത്ത പോകുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,003. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 51,003. 51,003 ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. അത് പഴയ ഒരു POC സപ്പോർട്ടാണ്. സോ S1 ഞാൻ വരച്ചു. ഇനി താഴോടെയാണ് 54,003 താഴെ അടുത്ത് നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് 50,880. ഇതാണ് അടുത്തത്. 50 S2 എന്ന് പറയുമ്പോൾ 50,880. ഇതിനപ്പുറത്തേക്ക് മാർക്കറ്റ് മൂവ്മെന്റ് ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സോ നാളെ മാർക്കറ്റ് ഈ രീതിക്ക് നിൽക്കാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ 51,155 ടു 51,740 മാർക്കറ്റ് ഒരു ബാലൻസിങ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടാതെ ഇന്നത്തെ ലോ പൊട്ടിയിട്ടില്ല എങ്കിൽ ഈ 51,740 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയുടെ ഒരു ലെവൽ. ഇപ്പം നിഫ്റ്റി നിങ്ങൾക്ക് കണ്ടറിയാം, നിഫ്റ്റിയും സെയിം ബാങ്ക് നിഫ്റ്റിയെ പോലെ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആയിരുന്നു നിഫ്റ്റിക്ക് സംഭവിച്ചത്. നിഫ്റ്റിയുടെ POC BWAP ഏകദേശം അടുത്താണ്. ചുരുക്കി പറഞ്ഞാൽ 23,929 ആണ് POC, BWAP 23,902. സോ ഞാൻ അടുത്തായിരുന്നു ഞാൻ POC വരയ്ക്കുന്നുള്ളൂ. 23,929 ആണ് POC. 23,929 ആണ് നമ്മുടെ POC. ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം മാർക്കറ്റ് ഇന്നത്തെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ എപ്പോഴും ഓർത്തോളുക, POCയുടെ ഭാഗത്തേക്ക് റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് 23,752 താഴെ മാത്രമേ ഞാൻ ഈ സെല്ലിനെ കുറിച്ച് എടുക്കുകയുള്ളൂ. അതാണ് 23,752. 23,752 താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ 23,752 താഴെ മാത്രമേ സെൽ എടുക്കാൻ പാടുള്ളൂ. ഇനി ബുള്ളിഷിന് ബൈ എപ്പോഴാണ്? ബൈ എപ്പോഴും ഓർത്തോളുക, 24,011 മുകളിൽ മാത്രമേ, 24,026 ഇന്നത്തെ POC ഈ 24,026 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. 24,026 അതിന് മുകളിൽ മാത്രമേ എന്താണ് എൻ്റെ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം അതാണ്. അതിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പം കൃത്യമായി മനസ്സിലായാലും ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? 23,752. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 24,026 മുകളിലാണ്. സോ ബെയറിഷ് 23,752, ബുള്ളിഷ് 24,026. ഇതിനിടയ്ക്കാണെങ്കിൽ മാർക്കറ്റ് ഈ POCയുടെ ഭാഗത്ത് റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 24,026 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഒരു കാര്യം എപ്പോഴും ഓർത്തോളുക, 24,100. 24,100 R1 എന്ന് പറയുമ്പം 24,100. അതിന് മുകളിൽ അടുത്തത് എത്രയാണ്? പഴയ മുകളിലത്തെ ടാർഗറ്റിന് ഒരു മാറ്റവും. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 24,150, 24,150. ഇപ്പം R2 എത്രയാണ്? 24,150. അതിന് മുകളിലൊരു മൂവ്മെന്റ് തരാനുള്ള ഒരു സ്ട്രോങ് ഈ മാർക്കറ്റിൽ ഞാൻ കാണുന്നില്ല. സോ ഞാൻ R2 വരെ മാത്രമേ ഞാൻ വരയ്ക്കുന്നുള്ളൂ, അതിന് മുകളിലേക്ക് ഞാൻ വരയ്ക്കുന്നില്ല. അപ്പോൾ ഇത് താഴേക്ക് 23,752 പൊട്ടിയാൽ എന്ത് പറ്റും? അത് പൊട്ടിയാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,681. എത്രയാണ്? 23,681. 23 S1 എന്ന് പറയുമ്പോൾ 23,681. അതിന് താഴെ S2 എന്ന് പറയുമ്പം എനിക്ക് മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്നത് 23,627. ഓക്കെ, 23,627. 23,627. ഇതിന് താഴോട്ട് ഞാനൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നില്ല. കാരണം നാളെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട്
മന്ത്ലി എക്സ്പയറി അല്ല, നാളെ മന്ത് 2024 അവസാനത്തെ ദിവസവും കൂടെ ആയതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു രീതിയിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. സോ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ ഓർത്തോളൂ, ഇന്ന് ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും ഫിൻ നിഫ്റ്റിക്കും. യൂഷ്വലി ന്യൂട്രൽ സ്ട്രീം ഡൗണോ അപ്പോ ആകുന്ന സമയത്ത് ഇത് ഫോളോ അപ്പ് തരില്ല. അത് ഒരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആണ്. സോ ഇന്ന് ന്യൂട്രൽ സ്ട്രീം ഡൗൺ ആയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് സെല്ലിങ് വന്നു എന്ന് പറഞ്ഞ് പുട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് പോവുകയാണെങ്കിൽ 90% ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്നുകിൽ ഫ്ലാറ്റ് ആയിട്ടോ അല്ലെങ്കിൽ അപ്സൈഡിലോ റിവേഴ്സിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് പറ്റും, ആ ട്രേഡ് നമുക്ക് ലോസിലേ അവസാനിക്കുള്ളൂ. അതുകൊണ്ടാണ് ന്യൂട്രൽ സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് കൈകാര്യം ചെയ്യേണ്ട ദിവസങ്ങളാണ്. സോ നമ്മൾ ഇന്ന് ഇപ്പം നാളെ നമുക്ക് നോക്കേണ്ടത്, ഇന്നത്തെ ലോ പൊട്ടിയിട്ടില്ല എങ്കിൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ POC ആയ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പം നിഫ്റ്റിയുടെ 23,928 ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ 51,740 ഭാഗത്തേക്കും, അതേപോലെ ഫിൻ നിഫ്റ്റിയുടെ POC എന്ന് പറയുന്ന സമയത്ത് ഫിൻ നിഫ്റ്റിയുടെ POC ആണെങ്കിൽ 23,794 ഭാഗത്തേക്കും ഒരു റിട്രേസ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോൾ ഇന്നത്തെ ലോ പൊട്ടിയിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഭാഗത്തേക്ക് മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് മാർക്കറ്റിന് വളരെയധികം കൂടുതലാണ്. സോ ഈ വരുന്ന ജാനുവരി തൊട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഓഫീസിൽ വച്ച് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. സോ ഓഫ്ലൈൻ ബാച്ചിൽ പഠിക്കുവാൻ താല്പര്യമുള്ളവർ കമ്പനിയിൽ നമ്പർ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളിവിടെ നിങ്ങൾക്ക് കാൻഡിൽ സ്റ്റിക്കും മാർക്കറ്റ് പ്രൊഫൈലുമായിട്ടുള്ള കമ്പാരിസണും അത് വെച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്നും കോണ്ടെക്സ്റ്റ് പറഞ്ഞു തരും. ലൈവായിട്ട് ട്രേഡ് എടുത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ക്യാപിറ്റൽ റിസ്ക് മാനേജ്മെൻറ്റ് പഠിപ്പിച്ച് തരും. ഇതെല്ലാം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ സൈക്കോളജി എന്നൊരു പാർട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സൈക്കോളജി പഠിപ്പിക്കാൻ പറ്റില്ല. സോ എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള മാർക്കറ്റ് പ്രൊഫൈൽ, ഓർഡർ ഫ്ലോ അനാലിസിസ്, ഓർഡർ ഫ്ലോ അനാലിസിസ് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ, ഓർഡർ ഫ്ലോ അനാലിസിസ്, മാർക്കറ്റ് അനാലിസിസ്, മാർക്കറ്റ് സ്റ്റഡി, ട്രേഡ് സപ്പോർട്ട്, ഏതൊക്കെ ട്രേഡ് എപ്പോൾ എടുക്കണമെന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു കിടില ഓഫ്ലൈൻ സെഷൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ബ്രാഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരിക, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് DM മൈ നമ്പർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ബൈ, ടേക്ക് കെയർ. ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.